ഗൈസ്, രാവിലെ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ഉള്ളി അരിയവേ അമ്മ നാട്ടിലെ ഉള്ളുളുമ്പുകൾ പറഞ്ഞ് എന്നെ ത്രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തിനെന്നല്ലേ, ഇതാ കാണ് എന്റെ ഒറാങ്കുട്ടൻ ദൈവങ്ങളെ ഇന്നും ഇടിയപ്പം. എന്നെ ത്രസിപ്പിക്കാൻ അമ്മ കാണിച്ച വ്യഗ്രത ഇതിനു വേണ്ടിയായിരുന്നു. എങ്കിലും അമ്മായിയമ്മ മരുമോൾ ഗോസിപ്പ് കൊമ്പോ ഒരു വല്ലാത്ത കൊമ്പ് തന്നെ അല്ലേ. പൊന്നന്റെ സഹായത്തോടെ ഉള്ളിത്തണ്ട് തോരൻ അരിഞ്ഞു വെച്ചതോടെ മുട്ടക്കറി റെഡി ടു ഈറ്റ് ആയി. ഈ ഇടിയപ്പവും മുട്ടക്കറിയും വല്ലാത്തൊരു കോമ്പോ തന്നെ ആണെങ്കിലും ഇടിയപ്പം ഇഷ്ടമല്ലാത്ത ഞാൻ ഇന്നലെ ഇരുന്ന ചപ്പാത്തി അങ്ങെടുത്തു. ചപ്പാത്തിയും മുട്ടക്കറിയും നല്ലതാ മമ്മി. അത് മണിങ്ങി നേരെ പുളിശ്ശേരി പണിക്ക് കയറി. പുളിശ്ശേരി റെസിപ്പി കേട്ടവര് ശ്രദ്ധിച്ചു കേട്ടോ. ഇനിപ്പുലം ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, തേങ്ങ, മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ച് തൈരും ഇട്ട് അരച്ച് കിണ്ണിപ്പോലെ ഉളുവാപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടാക്കി കടുവറുത്തൊഴിച്ചാല് പൊന്നൻ പുളിശ്ശേരി റെഡി. പൊന്നന് വേണ്ടി എരിയില്ലാതെ ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് ഇത്. തോരൻ അടുപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉമ്മമ്മി ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയ കരുവാടിനെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കരുവാട് പൊരിക്കണോ കറി വെക്കണോ എന്ന സങ്കോചത്തിൽ അമ്മ അരുൾ ചെയ്താൻ പൊരിക്കുന്നതിൽ നിന്ന് ഉത്തമം കറി വെക്കുന്നത് തന്നെ. അങ്ങനെ മാങ്ങ, തേങ്ങ, തക്കാളി, പച്ചമുളക്, ഉള്ളി ചേർത്ത് വെച്ചൊരു കരുവാട് കറി അങ്ങ് സെറ്റാക്കി. കരുവാട് കറിക്ക് സമം കരുവാട് കറി മാത്രം. എന്നാ പിന്നെ എന്തിനു നോക്കി നിൽക്കണ, കൊയച്ചങ്ങ് മിണിങ്ങി അല്ലേ. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.